അപകടത്തിന് ശേഷം ബോസ്റ്റണിലെ ഒരു ഹോസ്പിറ്റലിൽ കുറെ കാലം ചികിത്സയിലായിരുന്നു ചാൻ. അതിനുശേഷം അവൻ ചികിത്സ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കൊറിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോഷന് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം അവൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. വേഗമായിട്ടേ ഓർമ്മയുള്ളൂ. 2-3 സെഷൻ കഴിയുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വന്നോന്ന് ഡോക്ടർ അവനോട് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രമേ എനിക്ക് വേഗമായിട്ട് ഓർമ്മയുള്ളൂ. ആ പെൺകുട്ടി എൻ്റെ പേര് വിളിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാമായിരുന്നു. ആ ശബ്ദമാണ് കോമ സ്റ്റേജിൽ കിടന്ന എന്നെ തിരിച്ച് ലൈഫിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് ചാൻ പറയും. പക്ഷെ ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ തക്ക പേഴ്സണൽ റിലേഷൻഷിപ്പ് എനിക്ക് ആരുമായിട്ടും ഉണ്ടായിരുന്നില്ലെന്നും അവൻ ഡോക്ടറോട് പറയും. അങ്ങനെ ഒരു ദിവസം അവൻ ഹാരനെ നേരിട്ട് കാണും. അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അവളാണെന്ന് അവൻ റെക്കഗ്നൈസ് ചെയ്യും. അതൊരു ക്രിസ്മസ് സീസൺ ആയിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ നടക്കുമ്പോഴും അവൾ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അവളുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് തുടങ്ങുന്നുടനെ അവിടെ ഫയർ വർക്ക്സ് തുടങ്ങും. അന്നത്തെ അപകടത്തിൽ അവന് ഇടത്തെ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ സൗണ്ടൊന്നും അവൻ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഫയർ വർക്ക്സിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ ആ വൈബ്രേഷനിൽ കൊളാപ്സ് ചെയ്യും. അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ബോസ്റ്റണിലെ ലാബില് ഇവന്റെ ഫെല്ലോ റിസർച്ചറായിട്ട് കാങ് ഹോ ചാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആ ചാന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ഹാരൻ. കാങ് ചാൻ ഹാരന്റെ ഫോണൊക്കെ എപ്പോഴും ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവൾ പറയുന്നതെല്ലാം സാൻഹോ ചാൻ കേട്ടോണ്ടിരുന്നത്. തന്നെയല്ല, ഇവനാണെങ്കിൽ ലാപ്ടോപ്പും എപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് തന്നെ അവൾ അയക്കുന്ന മെസ്സേജസും ഇവന് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഈ ചാൻ എപ്പോഴും ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറുപടി പറയാനൊക്കെ നമ്മുടെ സാൻഹോ ചാനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഒന്നുകിൽ ഇത് ഓഫ് ചെയ്ത് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല ലാബിലാണെന്ന് പറഞ്ഞിട്ട് നീ റിപ്ലൈ അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവൻ പോകാറുള്ളത്. അതുകൊണ്ട് മിക്കവാറും ഹാരന്റെ മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത് വൂചാനാണ്. ഹാരന്റെ ബോയ്ഫ്രണ്ടിന് സമയമില്ലാതിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം പോയി ചെയ്യിക്കുന്നതും സാൻഹോ ചാനാണ്. ഒരിക്കൽ അവൻ ഒരു ട്രിപ്പിന് പോകുമ്പോൾ സാൻഹോ ചാന്റെ ലാപ്ടോപ്പ് മാറി എടുത്തോണ്ട് പോകും. ഇവനത് വിളിച്ച് പറയുമ്പോഴത്തേക്കിനും എൻ്റെ ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ടുണ്ട്, അത് നീ യൂസ് ചെയ്തോളൂ. ഹാരന്റെ മെസ്സേജ് വല്ലതും വരുവാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നീ മെസ്സഞ്ചർ ഓഫാക്കി ഇടാനാണ് പറയുന്നത്. അങ്ങനെ ഹാരന്റെ ബോയ്ഫ്രണ്ട് ഒരു ദിവസം ലാപ്ടോപ്പ് റൂമിൽ വെച്ചിട്ട് പോകുന്നതുകൊണ്ടാണ് അവള് ബോസ്റ്റണിലേക്ക് വരുവാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുന്നതും എല്ലാം. അതുകൊണ്ടാണ് ഇവൻ പാനിക്കായിട്ട് ലാബിലേക്ക് ചെല്ലുന്നത്. അന്നേരമാണ് എക്സ്പ്ലോഷൻ നടക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം അവനന്ന് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് സംസാരിക്കാതെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇയാൾ ആരാണ്, എന്തിനാണ് എന്നെ സ്റ്റോക്ക് ചെയ്യുന്നത്, എന്തിനാണ് ആ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നത്, എന്താണ് ഇയാളുടെ ഉദ്ദേശം, ഇയാൾ തന്നെയല്ലേ അന്ന് ആ അപകടത്തിന് തൊട്ട് മുമ്പ് എൻ്റെ പേര് വിളിച്ചത്, എങ്ങനെയാണ് എൻ്റെ പേര് അറിയാവുന്നത്, സ്റ്റോക്ക് ചെയ്തിട്ടാണ് എൻ്റെ പേര് അറിഞ്ഞതെന്നൊക്കെ ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ ഫോണെടുത്ത് കാണിക്കും. ഇവളുടെ ഡീറ്റെയിൽസ് നോക്കിയത് പേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിയിലെ ആളുകളെ പറ്റി അന്വേഷിക്കാറുണ്ട്. അങ്ങനെയാണ് ഇയാളുടെ പേര് എനിക്ക് മനസ്സിലായത്. പറഞ്ഞത് ശരിയാണ്, ഞാൻ ആ ആർട്സ് എക്സിബിഷന് വന്നിട്ടുണ്ടായിരുന്നു. ആ പെയിന്റിങ്ങിന്റെ ഫ്രണ്ടിൽ ഇയാൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഇയാളെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. അത് പറയാനായിട്ട് വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. പിന്നെ ഇയാൾ ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ റൂമിന്റെ കീയും അവൾക്ക് കാണിച്ചു കൊടുക്കും. അവൾ തെറ്റിദ്ധരിച്ചാണെന്ന് ഹാരന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അപ്പോളജൈസ് ചെയ്യും. അവൾ പോയി കഴിയുമ്പോൾ എന്തിനായിരിക്കും സ്റ്റോക്കറിനെ വിളിച്ചതെന്ന് അവനിങ്ങനെ ആലോചിക്കും. നോക്കുമ്പോൾ ആരോ ഹാരനെ ഫോളോ ചെയ്യുന്നത് അവൻ കാണും. അവൻ പെട്ടെന്ന് തന്നെ എന്തോ എടുത്തെറിഞ്ഞിട്ട് അവളുടെ പേര് വിളിച്ച് പുറകിൽ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, അത് സ്റ്റോക്കർ ആണെന്ന് വിളിച്ച് പറയും. അവനും ഹാരനും ആ സ്റ്റോക്കറിന്റെ പുറകെ ഓടും. ഹയങ്ങും അവിടെ വന്നിട്ടുണ്ടാവും. അവളും സ്റ്റോക്കറിന്റെ പുറകെ ഓടും. അവൾ വീഴാനായിട്ട് പോകുമ്പോൾ പിടിച്ചു നിർത്തുന്നത് ടേസൂക്കാണ്. അവനെന്താ അവിടെയെന്ന് ഒരു മിനിറ്റ് അവൾ ആലോചിച്ചു നിൽക്കും. ഛാന ഹാരനും സ്റ്റോക്കറിന്റെ പുറകെ ഓടും. സ്റ്റോക്കർ ഇവളുടെ നേർക്ക് എന്തോ കുപ്പി എറിയാനായിട്ട് തുടങ്ങുമ്പോൾ ഛാനാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ കുപ്പി അവന്റെ ദേഹത്ത് തട്ടിയാണ് പൊട്ടി താഴെ വീഴുന്നത്. ഛാന സ്റ്റോക്കറിനെ പിടിക്കും. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരും. നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ നേരത്തെ അറിയാമോ, എന്തിനാണ് ആ പെൺകുട്ടിയെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്, എന്താണ് ആ പെൺകുട്ടിയുടെ നേർക്കെറിഞ്ഞതെന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ എനിക്ക് ഹാരനെ ഇഷ്ടമല്ല, എല്ലാവരും എന്തുകൊണ്ടാണ് ഹാരനെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് നാനാ കിമ്മിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാവാം എല്ലാവരും അവളെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പഴയ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചു. ഈ പെൺകുട്ടി കാരണം എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെയാണ് ഈ സ്റ്റോക്കർ പറയുന്നത്. ഇവൾ ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ടീംമേറ്റ് ആണ് ഈ പെൺകുട്ടി. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എനിക്ക് പരാതിയൊന്നുമില്ല, അതുകൊണ്ട് കേസ് എടുക്കണ്ട, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് പോലീസുകാരുടെ അടുത്ത് ഹാരൻ പറയും. സ്റ്റോക്കർ ഫോട്ടോസൊക്കെ അയച്ച ദിവസം ഹായൻ ഒരു ട്രാക്കിംഗ് ആപ്പ് ഹാരന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവള് സംഭവം നടക്കുമ്പോൾ ഇവിടെ എത്തുന്നത്. അവൾ ഒറ്റയ്ക്ക് പോകുന്നത് കാണുമ്പോഴത്തേക്കിനും ടേസൂക്കും അവളെ ഫോളോ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് എല്ലാവരും ഒന്നിച്ച് ഇവിടെ എത്തുന്നത്. നീ എന്ത് പണിയാ കാണിച്ചത്, ആ സ്റ്റോക്കർ ഡേഞ്ചറസ് ആയിരുന്നെങ്കിലോ, നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ഹാരൻ അവളുടെ അടുത്ത് എന്തെങ്കിലും ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്.
എനിക്ക് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ, ഇപ്പൊ ഓക്കെ അല്ലേ എന്ന് ഹയൻ ചോദിക്കുന്നുണ്ടേ അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപകടം എപ്പോഴും മുന്നറിയിപ്പ് തന്നിട്ടല്ല വരുന്നത്. നിനക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പിന്നെയും ദേഷ്യപ്പെടും. ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് ചാൻ. ഹായൻ കാമായിട്ട് അവളെ സമാധാനിപ്പിക്കും. എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ നിന്റെ മുമ്പിൽ തന്നെ ഇല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ടെന്ന് ചോദിക്കും. എങ്ങനെയാണ് എന്റെ ചേച്ചിയെ രക്ഷിക്കാനായിട്ട് ഇവിടെ എത്തിപ്പറ്റിയതെന്ന് അവള് ചാനടുത്ത് ചോദിക്കുമ്പോൾ എന്റെ ഹോട്ടൽ ഇവിടെ അടുത്താണ്, ഞാൻ പോകുന്ന വഴി സസ്പീഷ്യസ് ആയിട്ട് ഒരാള് പുറകെ പോകുന്നത് കണ്ടു, അങ്ങനെ വന്നതാണെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അവനോട് താങ്ക്സ് പറയും. ആവശ്യമില്ലാതെ എന്റെ പേഴ്സണൽ മാറ്ററിൽ ഇൻവോൾവ് ആകേണ്ടി വന്നതിൽ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു എന്ന് ഹാരൻ ചാനടുത്ത് പറയും. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്കിനും ഇവന്റെ ജാക്കറ്റിൽ മുഴുവൻ ആ കുപ്പിയിൽ നിന്ന് വീണ സൊല്യൂഷൻ എല്ലാം കിടപ്പുണ്ട്, അതില് കുപ്പിച്ചില്ലുണ്ടെന്നൊക്കെ ഇവര് കാണുന്നുണ്ട്. ചാൻ പോയി കഴിയുമ്പോൾ അകത്തുനിന്ന് വരുന്ന പോലീസുകാര് ആ സ്റ്റോക്കറെ പിടിച്ച ആളെവിടെയെന്ന് ചോദിക്കും. അയാൾക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്, ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്, എന്നിട്ടും അയാൾ പോയോ എന്ന് ചോദിക്കുന്നുണ്ടേ ഹായങ്ങിന്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഹാരൻ അവനെ അന്വേഷിച്ചു പോകും. ഹായങ് ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇയാൾ ഓക്കെ ആണെന്ന് ടീസൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങും. പക്ഷെ വെപ്രാളത്തിൽ അവർക്ക് വഴിയൊക്കെ തെറ്റുന്നുണ്ട്. മിസ്കിമിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സൈൻ വാങ്ങാനുണ്ടോ, അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വന്നോളൂ എന്ന് ടേസൂക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവള് പോകുന്നത്. പേടിച്ചിട്ടും ധൈര്യം അഭിനയിക്കുകയായിരുന്നു ഹായങ് എന്ന് ടേസൂക്കിന് മനസ്സിലാവും. ഇയാളുടെ കൈക്ക് നല്ല മുറിവുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകണം, ട്രീറ്റ്മെന്റ് എടുക്കണം, പിന്നെ ജാക്കറ്റും ആകെ ചീത്തയായിട്ടുണ്ട്, പുതിയൊരു ജാക്കറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിന്റെ ബില്ല് എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹാരൻ അവളുടെ വിസിറ്റിംഗ് കാർഡ് ചാനു കൊടുക്കും. എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല, ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമുക്കിടയിൽ കീപ്പ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവള് നിർബന്ധിച്ച് വിസിറ്റിംഗ് കാർഡ് അവന്റെ കയ്യിൽ കൊടുക്കും. ട്രീറ്റ്മെന്റിന് പോകണമെന്ന് രണ്ടാമതും പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. ഹാരൻ റിജക്ട് ചെയ്തു എന്ന് ഇവൻ വിളിച്ച് ഗ്രാൻഡ് മദറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ ഇനി ഇങ്ങനെ ചെയ്യരുത്, എന്റെ കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് ഹാരൻ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ടേ ആളുകളെ ഒന്നും അടുപ്പിക്കാതെ എല്ലായിടത്തു നിന്നും അകന്ന് ഒരു ഷെല്ലിനകത്ത് ഒളിച്ചാണോ നീ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഗ്രാൻഡ് മദർ ദേഷ്യപ്പെട്ടു. ഹാരൻ ഒരു ഗൈഡും കൂടെ ആയിരുന്നു, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ തിരിച്ചു വന്നതാണ്. അതിനുശേഷം ആളുടെ കൂടെ ഹാരൻ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന് ഹായൻ അവിടേക്ക് വന്നിട്ട് പറയും. അപ്പൊ അവള് കള്ളം പറയുന്നതാണെന്ന് ഗ്രാൻഡ് മദറിന് ആദ്യം തോന്നും, പക്ഷെ അവള് പ്രോമിസ് ചെയ്യും. ഹാരൻ പോയി കഴിയുമ്പോൾ അത് ആരായിരുന്നു, എന്താണ് അവരുടെ റിലേഷൻസ് ഒക്കെ ഗ്രാൻഡ് മദർ ചോദിക്കുന്നുണ്ട്. അവരിപ്പോ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഗ്രാൻഡ് മദർ ഒന്നും ചെയ്യേണ്ട, വെറുതെ അവരുടെ റിലേഷൻ റൂയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഹായൻ പോകും. ഞാൻ വീണ്ടും നിന്നെ രക്ഷിച്ചിട്ടുണ്ട്, ഓ ഞാൻ ഇല്ലാതെങ്കിൽ നീ എന്ത് ചെയ്തേനെന്ന് പറഞ്ഞ് ഹായൻ ഹാരനെ കാണാനായിട്ട് വരും. നീ പറഞ്ഞത് കേട്ടിട്ട് അമ്മൂമ്മ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും എന്ന് ഹാരൻ പറയുന്നുണ്ട്. ഞാൻ കള്ളമൊന്നും അല്ലല്ലോ പറഞ്ഞത്, അൻവേറ്റയുടെ കൂടെ അല്ലായിരുന്നു, പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുറച്ച് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആരെയെങ്കിലും ഡേറ്റ് ചെയ്യുകയാണെന്ന് പ്രിറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വഴക്ക് കേൾക്കേണ്ടി വരത്തില്ല എന്ന് അവള് പറയും. ചാന്റെ കൈ എങ്ങനെയുണ്ട്, എന്ത് ചെയ്തു എന്ന് ഹായൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റെ ബിസിനസ് കാർഡ് കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ പൈസ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്ത് മര്യാദകേടാ കാണിച്ചത്, അയാൾ ഇല്ലായിരുന്നെങ്കിൽ അവരൊഴിച്ച ആ ലിക്വിഡ് നിന്റെ ദേഹത്തേക്ക് വീണേന്, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കുവോ, നേരിട്ട് ചെന്നിട്ട് നന്ദി പറയോ, എന്തെങ്കിലും ചെയ്യണ്ടേ. നീ അതൊന്നും ചെയ്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അയാൾ ഇവിടെ ബിസിനസ് ട്രിപ്പിന് വന്നതല്ലേ, കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മതി, നേരിട്ട് ചെന്ന് കണ്ട് നന്ദി പറഞ്ഞു കൊടുക്കണം, അതാകുമ്പോൾ നമ്മളുടെ ആത്മാർത്ഥത അവർക്ക് മനസ്സിലാവുമെന്ന് ഹായൻ അവളോട് പറയും. ബോയ് ഫ്രണ്ട് മരിച്ച ആ ഒരു സമയത്ത് ഇവള് ഭയങ്കര വിയേർഡായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, ആരെയും പുറത്തു പോകാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു ദിവസം ഇവരുടെ എല്ലാം ഷൂസ് ബാത്ടബിൽ കഴുകാനായിട്ട് എടുത്തിട്ടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും വന്ന് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സും എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ളതായിരുന്നു. ആരും ഇന്ന് പുറത്തു പോകണ്ട, അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചോട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നൊക്കെയാണ് ഇവരോടെല്ലാം ഹാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഹായൻ ഓർക്കും. നേരിട്ട് ചെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹാരൻ. ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് അവന് വാങ്ങിച്ച ഡ്രസ്സും കൊടുത്ത് ഒരു നോട്ടും എഴുതി കൊടുത്തിട്ട് പോകും. അവരത് അവന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് റൂം നമ്പർ മനസ്സിലായതെന്ന് അവനിങ്ങനെ ആലോചിക്കുമ്പോഴാണ് കീ കാണിച്ചത് അവന് ഓർമ്മ വരുന്നത്. അന്നേരത്തേക്ക് മഴ പെയ്യാനായിട്ട് തുടങ്ങും. ഇവൻ കുട എടുക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ച് തിരിച്ചു വെക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൻ കുടയും എടുത്തോണ്ട് താഴേക്ക് ചെന്നിട്ടുണ്ടോ. പക്ഷെ ഹാരൻ ഇവിടെ കാണല്ലേ, പോയി കാണണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. നോക്കുമ്പോൾ അവളവിടെ മഴയും ആസ്വദിച്ച് നിൽക്കുകയാണ്. മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മണം എനിക്ക് ഇഷ്ടമാണ്, മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവും, അതുകൊണ്ട് ഞാനത് ആസ്വദിച്ച് നിൽക്കാറുണ്ടെന്ന് അവള് പണ്ട് പറഞ്ഞത് അവൻ ഓർക്കും. പോലീസുകാരുടെ അടുത്ത് ആ സൊല്യൂഷൻ എന്താണെന്ന് ചാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഹാരനും ഓർക്കും. അവളുടെ ബോയ് ഫ്രണ്ടിനെ പോലെ സംസാരിക്കുന്ന വേറൊരാളുണ്ടെന്നാണ് അവൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. ശരിക്കും ഇവനോടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അവൾക്കറിയത്തില്ലല്ലോ. ഇവൻ കൊണ്ടുവന്ന് കൊട കൊടുക്കും. എനിക്ക് പ്രശ്നമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ വന്നത്, ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ കൊട തുറക്കുന്നുണ്ടേ അത് ചീത്തയായിപ്പോയ കൊടയാണ്, അതുകൊണ്ട് റൂമിൽ വേറെ ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകും.
അപ്പൊ അവിടേക്ക് ഒരു പെൺകുട്ടി വരും. ഹാരൻ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? എല്ലായിടത്തു നിന്നും കോണ്ടാക്ട് ഒക്കെ കട്ട് ചെയ്ത് യുഎസിലേക്ക് പോവാണെന്ന് പോയതിനു ശേഷം നിന്നെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. കമ്പനിയിൽ ചോദിച്ചപ്പോൾ നീ ക്വിറ്റ് ചെയ്തെന്ന് അറിഞ്ഞു. നിന്റെ നമ്പറും അവൈലബിൾ അല്ലായിരുന്നു. നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് കണ്ടതില്ല. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ കല്യാണമാണ് അടുത്ത സ്പ്രിംഗിലാണ്. ഞാൻ ഇവിടുത്തെ ഹോളാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ വരുവാണെങ്കിൽ എല്ലാവരെയും കാണാൻ പറ്റും എന്നൊക്കെ ഈ പെൺകുട്ടി പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിടും. ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. അവൻ തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ഇവളും കൂടെ വന്നിട്ട് ഞാൻ കൂടെ വന്ന് കുട എടുത്തോണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ റൂമിലേക്ക് വരും. അവൻ വന്ന് നോക്കുമ്പോൾ മറ്റേ കുട കാണാനില്ല. അങ്ങനെ റിസപ്ഷനിൽ വിളിച്ച് പറയും. അവിടുന്ന് വരാനായിട്ട് കുറച്ച് താമസിക്കും. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ബെൻ അവിടേക്ക് വരും. ബെന്നിന്റെ വൈഫ് കൊറിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മദറിലോ കുറച്ച് സൈഡ് ഡിഷസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അമ്മിസോങ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്ന് ബെൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും ബെൻ കൊണ്ടുവന്ന കുടയും എടുത്ത് കൊടുത്തിട്ട് ചാൻ ധൃതിയില് ഹാരനെ അവിടുന്ന് പറഞ്ഞു വിടും. മിസോങ്ങിനെ കണ്ടപ്പോൾ ആകെ ഒരു വെപ്രാളമായിരുന്നല്ലോ. എന്താ നിങ്ങൾക്കിടയിൽ വല്ലതും നടക്കുന്നുണ്ടോന്ന് ബെൻ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനും എന്തോ ഉണ്ട്, പക്ഷെ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ ഹോട്ടൽ നിനക്ക് സഫക്കേറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? നമുക്കൊരു വീട്ടിലേക്ക് മാറിയാലോ എന്ന് ചാൻ ചോദിക്കുമ്പോൾ സഫക്കേഷൻ നിന്റെ ഹാർട്ടിനാണെന്ന് ബെൻ മറുപടി പറയും. കഫേ ഓണർക്ക് അന്ന് സ്റ്റോക്കൊക്കെ കൊണ്ട് വെക്കുന്നതിന്റെ ഇടയിൽ വയ്യാതെ വരും. അയാൾ അവിടെ കൊളാപ്സ് ചെയ്യും. ഹാരൻ ഷോപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തു, മിസ്റ്റർ പാർക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇറങ്ങി പോകുന്നത് കാണും. അവൾ അകത്തേക്ക് ചെന്ന് നോക്കും. അവിടെ സാധനങ്ങളൊക്കെ വീണ് കിടക്കുന്ന കാണുമ്പോൾ പന്തുകേട് തോന്നും. മിസ്റ്റർ പാർക്കിന് ഒരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു. ജീനിയസ് എന്നാണ് അതിന്റെ പേര്. ഇവള് നോക്കുമ്പോൾ പെറ്റ് ഡോഗ് അവിടെ ഒറ്റയ്ക്കാണ്. അവിടെ റിസപ്ഷനിൽ മിസ്റ്റർ പാർക്കിന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അന്നേരം തന്നെ അതിൽ വിളിച്ചു നോക്കും. വേറെ ആരോ ആണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. മിസ്റ്റർ പാർക്ക് ഇപ്പോൾ ഉറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് ആള് കോൾ കട്ട് ചെയ്യും. അങ്ങനെ ഇവള് പെറ്റ് ഡോഗിനെ കൊണ്ട് വീട്ടിലേക്ക് വരും. മിസ്കിൻ വീട്ടിലേക്ക് വരുമ്പോൾ ഹദൻ ഈ പെറ്റ് ഡോഗുമായിട്ട് കളിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് ആരുടെ പെറ്റ് ഡോഗ് ആണെന്ന് അമ്മൂമ്മ ചോദിക്കുമ്പോഴത്തേക്കിനും ചേച്ചി സ്ഥിരമായിട്ട് പോകുന്ന കഫേ ഓണറുടെ ആണ്. കഫേ ഓണർ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഈ പെറ്റ് ഡോഗിന്റെ പേരറിയാമോ? പാർക്ക് ജീനിയസ് എന്നാണ്. ആ ഓണറുടെ പേരനുസരിച്ചാണ് പെറ്റ് ഡോഗിനും പേരിട്ടേക്കുന്നത്. നല്ല പേരല്ലേ എന്നൊക്കെ അനിയത്തി ചോദിക്കും. ഹായങ്ങാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അമ്മൂമ്മ ആദ്യം വിചാരിക്കും. അന്നേരമാണ് ഹാരൻ അങ്ങോട്ടേക്ക് വരുന്നതും ഈ പെറ്റ് ഡോഗിന് സ്നേഹത്തോടെ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നത്. ഒരു പെറ്റ് ഡോഗിനെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ആ ആളുമായിട്ട് അവർക്ക് പേഴ്സണലി കണക്ഷൻ കാണണം. അങ്ങനെ അടുപ്പമുള്ള ആരോ ഈ നെയ്ബർഹുഡിൽ ഹാരൻ ഉണ്ടെന്ന് ഗ്രാൻഡ് മദറിന് മനസ്സിലാവും. കഫേയിലെ നോട്ടീസ് ബോർഡ് ആളുകളുടെ സ്റ്റിക്കി നോട്ട്സ് കൊണ്ട് നിറയും. എല്ലാവർക്കും മിസ്റ്റർ പാർക്കിനെയും ജീനിയസിനെയും മിസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് റിക്കവർ ആയിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് നോട്ട്സിലൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ജീനിയസ് ആണെങ്കിൽ എപ്പോഴും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ലോൺ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഓടിച്ചാടി നടക്കാത്തതെന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അങ്ങോട്ടേക്ക് വരും. അത് കഫേ ഓണറാണ്. എന്റെ ജീനിയസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ ചെല്ലുമ്പോഴത്തേക്കിനും പെറ്റ് ഡോഗ് ഓടി വരും. ഈ വീടാണെന്ന് എങ്ങനെ മനസ്സിലായിന്ന് മിസ്കിൻ ചോദിക്കുന്നുണ്ട്. ബ്രൗൺ കളറിലെ ഗേറ്റുള്ള വീടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് തെറ്റിപ്പോകുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് മിസ്റ്റർ പാർക്ക് മറുപടി പറയും. എന്റെ മൂത്ത ഗ്രാൻഡ് ഡോട്ടർ ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ട് അവളെ കാണാനായിട്ട് പറ്റത്തില്ല എന്ന് മിസ്കിൻ പറയും. മിസ്റ്റർ പാർക്ക് പ്രോപ്പറായിട്ട് മിസ്കിമിനെ ഗ്രീറ്റ് ചെയ്യും, താങ്ക്സ് പറയുകയും ചെയ്യും. ജീനിയസിനെ നോക്കിയതിന് ഞാൻ ട്രീറ്റ് തരാം, പിന്നീട് ഒരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാള് പാസ് ചെയ്യാൻ തുടങ്ങുന്നതന്നെയാണ്. പാർക്ക് ജീനിയസ് എന്നാണ് ഈ പെറ്റ് ഡോഗിന്റെ പേര്. വ്യത്യാസമുള്ള പേരല്ലേ? ആ ഓണറുടെ പേരിനനുസരിച്ചാണ് പെറ്റ് ഡോഗിനും പേരിട്ടേക്കുന്നതെന്നൊക്കെ ഹാദൻ പറഞ്ഞത് മിസ്കിം ഓർക്കും. നിങ്ങൾ ആ ചിൻചണിൽ താമസിച്ചിരുന്ന പാർക്ക് മിൻജി ആണോ എന്ന് മിസ്കിം ചോദിക്കുന്നുണ്ടേ. ഇയാൾ അന്തം വിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ എങ്ങനെ അറിയാമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആ പെർമിസൺ ട്രീ ഉണ്ടായിരുന്ന വീട്ടിലെ പെൺകുട്ടിയാണെന്ന് മിസ്കിം മറുപടി പറയും. ഇവര് രണ്ടുപേരും ഒരേ നെയ്ബർഹുഡിലായിരുന്നു, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. വിശ്വസിക്കാൻ പറ്റാതെ ചിൻചണിൽ ഉണ്ടായിരുന്ന നബോങ് ആണോ എന്ന് മിസ്റ്റർ പാർക്ക് എടുത്തു ചോദിക്കുമ്പോൾ അതേന്ന് മിസ്കിം മറുപടി പറയും. രണ്ടുപേർക്കും പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയ സന്തോഷമാണ്.